ഒരുപക്ഷെ എൻ്റെ ബോഡിയിൽ അങ്ങനെ ഒരു സ്ത്രൈണത ഉള്ളിലുണ്ടായിരിക്കാം. പറയാറുണ്ട് എല്ലാ പുരുഷന്റെ ഉള്ളിലും ഒരു സ്ത്രീ ഉണ്ടാവും, എല്ലാ സ്ത്രീയുടെ ഉള്ളിലും ഒരു പുരുഷനുണ്ടാവും. ചില സമയത്ത് നമുക്ക് പുറത്തെടുക്കാൻ സാധിക്കും, ചില ആൾക്കാർക്ക് പുറത്തെടുക്കാൻ സാധിക്കില്ല, അല്ലേ? നമ്മുടെ ഉള്ളിലൊക്കെ ഒരു പാട്ടുകാരനുണ്ട്. എല്ലാവരുടെ ഉള്ളിലും ജനിക്കുമ്പോഴേ ഒരു താളമുണ്ട്. കാരണം നമ്മൾ ആദ്യം കരഞ്ഞത് മാത്രം ഓർത്താൽ മതി. ഇപ്പോഴാണ് നമുക്ക് താളം നഷ്ടപ്പെട്ടു പോകും. അത് ചില ആൾക്കാർ താളം കൊണ്ട് ജീവിക്കും, അങ്ങനെ അവർ നല്ല പാട്ടുകാരി മാറും, നല്ല ആക്ടറായി മാറും. നമ്മളെല്ലാം കരയുന്നത് ഒരു പ്രത്യേക താളത്തിലാണ്. അതുപോലെ നമ്മുടെ ഉള്ളിലൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇങ്ങനൊരു ക്യാരക്ടർ ചെയ്യാൻ വേണ്ടി വെച്ചപ്പോൾ കുമാരനാശാന്റെ അതിനു വേണ്ടി പ്രത്യേകിച്ച് ട്രെയിനിങ് ഒന്നും പോയിട്ടൊന്നുമില്ല. അങ്ങനെ ഒരു ട്രെയിനിങ് ഒന്നുമില്ല. ഉള്ളിൽ അത് ഉണ്ടായിരുന്നു. അത് ഞാൻ തന്നെ സ്വയം വികസിപ്പിച്ച്, ഞാൻ തന്നെ എൻ്റെ പേഴ്സണൽ സ്പേസ് ഉണ്ട്, എൻ്റെ റൂമിൽ ഞാൻ തന്നെ ആരും കാണാത്ത സമയത്ത് ഇങ്ങനെ നടന്നു നോക്കുന്നു, ഇങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞ് അങ്ങനെ രൂപപ്പെടുത്തി. പക്ഷെ അത് ഇന്നും അത് മഹാഭാഗ്യം എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ ഒരു അനുഗ്രഹിക്കാം. അത് വേണമെങ്കിൽ ഒറ്റ സ്റ്റേജ് കൊണ്ടോ അല്ലെങ്കിൽ ഒരു വർഷം കൊണ്ടോ എനിക്ക് നിർത്താൻ പറ്റും. സാധാരണ നാടകം അങ്ങനെയാണ്. കഴിഞ്ഞ 8 വർഷമായിട്ട്, 2 വർഷം കൊറോണ പോയി, 9 വർഷമായിട്ട് ഞാൻ കുവൈത്തിൽ വെച്ചിട്ടാണ് ഇവിടെ വന്നത്. അപ്പോൾ ഇപ്പോഴും അത് എനിക്ക് തുടർന്ന് അവതരിപ്പിക്കാൻ പറ്റുന്നു. അത് നിറഞ്ഞ കയ്യടിയോടുകൂടി അത് സ്വീകരിക്കുന്നു. അത്